ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. റോസ്ലി സിസ്റ്റർ സ്തോത്രം ചെയ്തപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും, ആ വാക്കുകളെക്കുറിച്ച് വചനത്തിലുള്ളതാണ്, സങ്കീർത്തനത്തിലുള്ളതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. പാതയ്ക്ക് പ്രകാശം മാത്രം പോരെ, പിന്നെ കാലിന് ദീപം വേണോ? അല്ലേ? നമുക്ക് വെളിച്ചം കിട്ടിയാൽ പോരെ നടക്കാൻ. ദൈവജനത്തിൻ്റെ പ്രാധാന്യത്തെയും അതിൻ്റെ പ്രയോജനത്തെയും നമ്മുടെ നടപ്പിന് ആവശ്യമായ പ്രയോജനത്തെയും ചൂണ്ടിക്കാണിക്കുന്നതായ ഒരു പ്രയോഗമാണിത്. ശരി, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്ന ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ് നമ്മളുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? നമ്മളൊക്കെ വായിച്ച് പോകാറുണ്ട്, മനസ്സിലാക്കാനായിട്ട് അങ്ങനെ വലിയ പ്രയാസമൊന്നും ഇല്ല. എന്നാൽ ഈ വാക്യം ബൈബിൾ എഴുതിയതായിട്ടുള്ള ഭാഷ ഗ്രീക്കാണ്. നാം ഇന്ന് ഗ്രീക്കിലല്ല വായിക്കുന്നത്, മലയാളത്തിലാണ് വായിക്കുന്നത്. ഭാഷകൾക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളും അർത്ഥവ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളെ വചനം പഠിപ്പിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിക്കാറുണ്ട്. ഇവിടെ തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ, ഈ വലിപ്പം ഭാവിക്കാതെ എന്നുള്ളത് ശരിയായ ഒരു തർജ്ജമയാണ്. എന്നാൽ അതിന് ശരിയായ മറ്റൊരു തർജ്ജമയും കൂടി ഇതിൻ്റെ മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിലുണ്ട്. അതെന്ന് വെച്ചാൽ വലിയ കാര്യങ്ങളിൽ പ്രശംസിക്കാതെ എന്നും അതിനെ തർജ്ജമ ചെയ്യാം. വലിയ കാര്യങ്ങൾ എന്ന് ലോകത്താളുകൾ പറയുന്നതായ കാര്യങ്ങളിൽ പ്രശംസിക്കാതെ എന്നും അതിനെ തർജ്ജമ ചെയ്യാം. രണ്ടും ഞാൻ വിചാരിക്കുന്നു ആ ഭാഷയിൽ അത് ദൈവാത്മാവ് രേഖപ്പെടുത്തിയപ്പോൾ ഇത് രണ്ടും അതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ എന്നാണ്. അതിനുപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള പദത്തെ എളിയ കാര്യങ്ങളിൽ പ്രശംസിക്കുക എന്നും തർജ്ജമ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വാക്യത്തിന് രണ്ടർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഈ വാക്യത്തെ നമുക്ക് രണ്ട് രീതിയിൽ വായിക്കാം. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ എന്ന് നാം വായിക്കുന്നത് പോലെ തന്നെ തമ്മിൽ ഐകമത്യമുള്ളവരായി വലിയ കാര്യങ്ങളിൽ പ്രശംസിക്കാതെ ചെറിയ കാര്യങ്ങളോട് ചേർന്ന് നിൽപ്പിൻ എന്നും നമുക്ക് അതിനെ തർജ്ജമ ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് തർജ്ജമയും ഒരേപോലെ പ്രസക്തമായ പ്രാധാന്യമുള്ളതായ കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് മലയാളത്തിലുള്ള ആ തർജ്ജമ, നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇതിൻ്റെ മറുവശമാണ് എഴുതിയിരിക്കുന്നതെന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകും. ഇംഗ്ലീഷിൽ അതിൻ്റെ മറ്റേ വശമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഐകമത്യമുള്ളവരായി, ഐക്യത്തെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ കേട്ട് നമ്മളെല്ലാവരും വളരെ ഐക്യത്തിൽ തികഞ്ഞവരായി, അല്ലേ, ഐക്യത്തിൽ തികഞ്ഞവരായി എന്നാണ് പറയുന്നത്. അങ്ങനെ തീർന്നിട്ടുണ്ട്. ഒരിക്കൽ
ഞാൻ നമ്മുടെ സഭയിലെ ചില സഹോദരങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് പിശാചി കേൾക്കണ്ട കേട്ടോ, പിശാചി കേട്ട പ്രശ്നമാണ്. നമ്മുടെ സഭയിൽ ഓരോ വർഷം കഴിയുന്തോറും സ്നേഹവും ബന്ധവും ഒക്കെ കൂടി വരുന്നു. മറ്റു പല സഭകളിലും അത് കുറഞ്ഞു പോകുമ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ശരിയാ, ഓക്കെ. എന്ന് പറഞ്ഞതുപോലെ നാം ഐക്യത്തെക്കുറിച്ച് പഠിച്ച് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനിയിപ്പം അതിൻ്റെ രണ്ടാം ഭാഗത്ത് വലിപ്പം ഭാവിക്കാതെ, എന്താണ് ഈ വലിപ്പം ഭാവിക്കുക എന്ന് പറയുന്നത്? വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളണം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട് അല്ലേ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. അപ്പോൾ ഈ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറയുന്നതും എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ എന്ന് പറയുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. അപ്പോൾ ഈ സഭയും എളിയവരും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടല്ലേ? ശരിയാണോ? ഒന്നും മിണ്ടുന്നേ. ശരിയാണ്, ഒരു ബന്ധമുണ്ട്. കാരണം സഭയിൽ എളിയവരേ ഉള്ളൂ. എളിയവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. അതല്ലാതെ വലിപ്പമുള്ളവർ സഭയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വലിപ്പം ഭാവിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഹൃദയത്തിൽ, ഇതൊന്നും നമുക്ക് പുറത്ത് പക്ഷേ കണ്ടു എന്ന് വരില്ല, ഞാൻ വലിയവനാണ് എന്ന് ആരെങ്കിലും ഒരാൾ സഭയിൽ ചിന്തിക്കുന്നെങ്കിൽ അവർ സഭയുടെ ഒരു ഭാഗമേ അല്ല. കാരണം കർത്താവ് സഭയോട് ആളുകളെ ചേർക്കുന്നത് എളിയവരാക്കിയിട്ടാണ്. എങ്ങനെയാണ് കർത്താവ് എളിയവരാക്കുന്നത്? അവൻ്റെ പ്രഥമസ്ഥാനം, ഓരോരുത്തരുടെയും പ്രഥമസ്ഥാനം ആരേറ്റെടുത്തു? കർത്തൃത്വം ആരേറ്റെടുത്തു? കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തു. കർത്താവായ യേശുക്രിസ്തു കർത്തൃത്വം ഏറ്റെടുക്കുകയും നമ്മുടെ അവകാശങ്ങൾ മുഴുവൻ നാം കർത്താവിൻ്റെ മുമ്പാകെ വയ്ക്കുകയും നമ്മളെ തന്നെ ത്യജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളാരാ? എളിയവരാണോ വലിയവരാണോ? എളിയവരാ. അപ്പോൾ കർത്താവ് സഭയെ രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പര്യായ പ്രയോഗമാണ് എന്ത്? നിങ്ങൾ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ വലിപ്പം ഭാവിക്കുന്നതായിട്ടുള്ളൊരു പരിപാടി നമ്മളുടെ ഹൃദയത്തിലുണ്ടോ? ഉണ്ടോ? 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 ഇല്ല. ആരാ പറഞ്ഞില്ലാതെ? റോസ്ലി സിസ്റ്റർ ഇല്ലയെന്ന് പറഞ്ഞു. ശരി. വലിപ്പം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ സഭയുടെ ഭാഗമല്ല. ഒരവയവത്തിനും മറ്റൊരു അവയവത്തിൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല. അല്ലെങ്കിൽ ഒരു അവയവം ഉയർന്നതെന്നോ ഉന്നതമെന്നോ മറ്റൊരു അവയവം ചെറുതെന്നോ വില കുറഞ്ഞതെന്നോ യാതൊരു വക വ്യത്യാസവും നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ സഭയിലും വലിപ്പച്ചെറുപ്പം ഉയരത്തിലും തൂക്കത്തിലും ഒന്നുമല്ല കേട്ടോ. പക്ഷേ ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് വലിപ്പച്ചെറുപ്പങ്ങൾ ഒന്നും ഉണ്ടാകുവാനായിട്ട് പാടില്ല. അപ്പോൾ വലിപ്പം ഭാവിക്കരുത് എന്നാണ്. അപ്പോൾ വലിപ്പം ഭാവിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ നമ്മളിൽ നമ്മുടെ പാപസ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നമ്മുടെ കർത്തൃത്വമൊക്കെ കർത്താവിനെ ഏൽപ്പിച്ച് കൊടുത്താൽ പോലും നമുക്ക് പിന്നീട് തോന്നാം, എന്ത് തോന്നാം? ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചമാണ് എന്ന് തോന്നാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്ലേ ചു പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്ത് പറയുന്നേ? നിങ്ങളാരും വലിപ്പം ഭാവിക്കരുത്, എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. ഈ വലിപ്പം ഭാവിച്ചാൽ അവരോട് ചേരാൻ നമുക്ക് പറ്റുമോ? ഇല്ല. നമുക്കറിയാം പല ആളുകളും അവരവരെക്കുറിച്ച് തന്നെ വലിപ്പം ഭാവിക്കുന്നവരാണെങ്കിൽ എളിയ ആളുകളെ കണ്ടു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ പതുക്കെ അങ്ങോട്ട് മാറും. അതുപോലെ തന്നെ എളിയ ആളുകൾ വന്ന് ഈ വലിപ്പം ഭാവിക്കുന്നവരുടെ അടുത്തേക്ക് വരാൻ അവർക്കൊരു വിഷമമുണ്ട് അല്ലേ? അതെ, വിഷമമുണ്ട്. ബേസ്വരൻ പറയുന്നത് വിഷമമുണ്ട്, ചേരില്ല. ഇത് രണ്ടും കൂടി ചേരില്ല. അപ്പോൾ ഒരു ശരീരത്തിൻ്റെ അവയവമായി തീരുവാനായിട്ട് എളിയവർക്കും വലിയവർക്കും സാധിക്കുമോ?
സാധിക്കുകയില്ല. ഒരു സഭ എന്ന് പറയുന്നത് ഒരു ശരീരമാണ് എങ്കിൽ അതിനകത്ത് എളിയവരും വലിയവരും ഇല്ല. ശരിയല്ലേ? എല്ലാവരും യോജിക്കുന്നില്ലേ? ഉണ്ടോ? എല്ലാവരും യോജിക്കുന്നുണ്ട്. ശരി, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളെല്ലാവരും എളിയവരാണല്ലോ, അല്ലേ? അല്ലേ? എളിയവരാണ്. ശരി, ഇനി വലിപ്പം ഭാവിക്കാതെ എന്നുള്ളത് നമുക്ക് വലിയ കാര്യങ്ങളിൽ പ്രശംസിക്കാതെ എന്നുകൂടി തർജ്ജമ ചെയ്യാം അതിൻ്റെ മൂലഭാഷയിൽ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ വലിയ കാര്യങ്ങളിൽ പ്രശംസിക്കാതെ നമ്മൾ പ്രശംസിക്കുന്ന ഏത് കാര്യത്തിലാണ്? ഏത് കാര്യത്തിലാണ് പ്രശംസിക്കുന്നത്? വലിയ കാര്യത്തിലാണ്. അപ്പോൾ തെറ്റി അവിടെ പോയി. ചെറിയ കാര്യത്തിലാണ്. ഓക്കെ, നമ്മളെവിടെ പ്രശംസിക്കണ്ടേ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇടവരരുത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രം പ്രശംസിക്കണമെങ്കിൽ ബാക്കി എല്ലാത്തിനെയും പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ എന്ത് എന്ന് എണ്ണണം? ചപ്പും ചവറും എന്നെണ്ണണം, അല്ലേ? അപ്പോൾ അതിനകത്ത് എന്തെല്ലാം വരും? ലോകത്തിൽ പല ആളുകൾക്കും അവരെക്കുറിച്ച്, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ പ്രശംസയുള്ളവരാണ്, അല്ലേ? ആരോഗ്യത്തെക്കുറിച്ച് പ്രശംസിക്കുന്നവരുണ്ട്. പിന്നെ കുടുംബ പാരമ്പര്യങ്ങളെക്കുറിച്ച്, അല്ലേ? ഞങ്ങളുടെ കുടുംബം, അപ്പച്ചൻ, മുത്തച്ഛൻ, അങ്ങനെ അങ്ങ് പോയാൽ അങ്ങ് തോമാസ് ലീഗയുടെ കാലം മുതൽ പാരമ്പര്യമുള്ള ആളുകളാണ് എന്ന് പറയുന്ന ആളുകളും നമ്മളുടെ ഇടയിലല്ല, പക്ഷെ നമ്മുടെ ദേശത്തുണ്ട്. പിന്നെ എന്തിലൊക്കെയാണ് പ്രശംസിക്കുന്നത്? ധനസ്ഥിതിയിൽ പ്രശംസിക്കുന്നതായിട്ടുള്ള ആളുണ്ട്. പിന്നെയോ സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ പിടിപാടുകളിൽ, വിദ്യാഭ്യാസത്തിൽ, അവരുടെ അറിവിൽ, ജ്ഞാനത്തിലൊക്കെ പ്രശംസിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ അങ്ങനെ പ്രശംസിക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയവരാണെന്ന് നമ്മളെക്കുറിച്ച് തന്നെ അങ്ങ് തോന്നിപ്പോവും. അപ്പം നമ്മളോട് യഥാർത്ഥത്തിൽ എളിയവർക്ക് ചേരാനും പറ്റില്ല, നമുക്ക് എളിയവരോട് ചേരാനും പറ്റത്തില്ല. അത് ഭയങ്കര ഒരു മതിൽക്കെട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ദൈവം ഒരുപക്ഷെ നമ്മളൊക്കെ ഓരോരുത്തർക്കും ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള കുടുംബങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. ചിലർക്ക് ഒരുപക്ഷെ അങ്ങനെ ലോകപ്രകാരം പാരമ്പര്യമുള്ളതായിട്ടുള്ള കുടുംബങ്ങളിൽ ജനിക്കാനായിട്ടുള്ള അവസരം ദൈവം കൊടുത്തിട്ടുണ്ടാവും. ചിലർക്ക് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കുകയില്ല. നമുക്കറിയാമല്ലോ, ചേരി പ്രദേശങ്ങളിൽ യാതൊരു വക സംസ്കാരം, ഇപ്പോഴൊക്കെ വ്യത്യാസമുണ്ട്, സംസ്കാരവും ഇല്ലാത്തതായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജനിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ മറ്റ് വലിയ ഭരണാധിപന്മാരുടെ വീട്ടിൽ ജനിച്ച് ജീവിക്കുന്നതായിട്ടുള്ള വളരുന്നതായിട്ടുള്ള ആളുകളും ഒക്കെ ഈ ലോകത്തുണ്ട്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവർക്ക് പിന്നെ ആർക്കും പ്രശംസിക്കുവാനായിട്ട് യാതൊന്നുമില്ല. എല്ലാ പ്രശംസയും ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിലേക്ക് മാത്രം പോകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഈ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിൽ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളുവിൻ, വലിപ്പം ഭാവിക്കാതെ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളുവിൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് വായിക്കുമ്പോൾ എന്താ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ തോന്നാറില്ലേ? അത് വായിക്കുമ്പോൾ എന്താ തോന്നുന്നത്? നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ചിന്ത എന്താ? ഒന്നും വരുന്നില്ല. ബഹുമാനിക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്നേക്കാൾ മെച്ചമാണെന്നേ ബാക്കി എല്ലാവരും, അല്ലേ? ഞാൻ ഈ സഭയിലെ ഏറ്റവും അരിഷ്ടനും, ഈ സഭയിലെ എല്ലാവരും, ഞാനൊഴികെ എല്ലാവരും എന്നേക്കാൾ മെച്ചമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളൊന്ന് കൈപൊക്കാവോ? കഷ്ടി 4-5 പേരേ ഉള്ളൂ. അങ്ങനെയല്ലേ അത് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലേ? ഒരു സഭയിൽ നിങ്ങൾ ഏറ്റവും അരിഷ്ടനായിട്ടുള്ള ആളും ബാക്കിയുള്ളവരെല്ലാം നമ്മളെക്കാൾ ശ്രേഷ്ഠരുമാണ് എന്ന് നമുക്ക് എണ്ണണം എന്നാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വലിപ്പം ഭാവിക്കുക
ഭാവിക്കുകയല്ല, അവിടെ നമ്മെ തന്നെ എളിമപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു ചിന്ത നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് വഴി നാം ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ഒന്നും വലിയതല്ല, ഒന്നും പ്രശംസിക്കുവാനായിട്ടില്ല, നമ്മളിലും യാതൊന്നും പ്രശംസിക്കുവാനായിട്ടില്ല. നമ്മളൊന്നും, ദൈവം എന്തെങ്കിലുമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ ജനിക്കുവാനും ജീവിക്കുവാനും വളരുവാനും പഠിക്കുവാനും ജോലി ചെയ്യുവാനും ഒക്കെ ദൈവം നമുക്ക് അവസരം തന്നിരുന്നുവെങ്കിൽ അതൊന്നും വലിയതായിട്ട് എണ്ണാനായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. കാരണം എന്താണെന്നറിയാമോ? അതൊക്കെ ഈ നമ്മുടെ ബാബു സഹോദരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കല്ലറയ്ക്ക് ഇപ്പുറം കൊണ്ട് തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആരോ ഇങ്ങനെ നല്ല സൗന്ദര്യവും തടിയും മിടുക്കുമുള്ള ഒരാൾ അങ്ങനെ വളരെ പ്രശംസയോടെ പോയപ്പോൾ വഴിയിലിരുന്ന ഒരു പുഴു ചിരിച്ചെന്നാണ് പറഞ്ഞത്. എന്താ? നാളെ നീ എൻ്റെ ആഹാരമാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇനി ഒരു പ്രമാണിയെ കൊണ്ടുപോയി അടക്കിയാൽ പുഴുക്കൾ അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ, ബാക്ടീരിയ, ഫംഗസ്, അതൊക്കെ വിചാരിക്കുമോ, ഓ ഇദ്ദേഹം ഇച്ചിരി മെച്ചപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വളരെ ആഠ്യത്വത്തോടു കൂടി ജീവിച്ചു വന്നയാളാണ്, എന്നാൽ പിന്നെ പുള്ളി അങ്ങ് വിട്ടേക്കാമെന്ന് വിചാരിക്കും ആരെങ്കിലും? ഇല്ല. എല്ലാം 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് കഴിയുമ്പം മണ്ണോട് മണ്ണായിട്ട് തീരും. അതുകൊണ്ടാണ് നമുക്ക് വലിപ്പം ഭാവിക്കുവാനോ നമുക്കുള്ള എന്തിലെങ്കിലും പ്രശംസിക്കുവാനോ നമുക്ക് പാടില്ല. കാരണം അങ്ങനെ ചെയ്യുന്നത് തികഞ്ഞ ഭോഷത്വമാണ്, അല്ലേ? തികഞ്ഞ ഭോഷത്വമാണ്. നമുക്ക് പ്രശംസിക്കുവാനായിട്ടുള്ളത് നിത്യമായിട്ടുള്ള കാര്യങ്ങളും നിലനിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുമാണ്. നമുക്കോ നമുക്കുള്ളതിലോ നമുക്ക് ആർക്കും പ്രശംസിക്കുവാനായിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇതെല്ലാം വീടുണ്ടെന്ന് പറഞ്ഞ് പ്രശംസിക്കാൻ പറ്റുമോ? കാറുണ്ടെന്ന് പറഞ്ഞ് പ്രശംസിക്കാൻ പറ്റുമോ? വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് പ്രശംസിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാൾ മരിച്ചിട്ട് വന്നേച്ച് നമുക്ക് വിദ്യാഭ്യാസം തരുമോ? കണക്ക് മനസ്സിലാകാത്ത കണക്ക് പറഞ്ഞു തരുമോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ മരണം കൊണ്ട് അവസാനിക്കുന്ന, കല്ലറ കൊണ്ട് അവസാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. നിത്യമായിട്ടുള്ള മൂല്യങ്ങളില്ലാത്ത എല്ലാം, ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതായിട്ടുള്ള എല്ലാം വിലയില്ലാത്തതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലന് പറ്റിയത് എല്ലാം ചവറ് എന്നെണ്ണാനായിട്ട്. അപ്പോൾ അത് നമുക്ക് സാധിക്കണം. അപ്പം എളിയ കാര്യങ്ങൾ ചെയ്യാൻ, വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആളുകൾക്ക് നല്ല താല്പര്യമുണ്ടല്ലേ? എന്താണ് വലിയ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ? ഇപ്പം സഭയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വലിയ ചെളി പറ്റാത്ത, അല്ലേ, കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? അത് ചെയ്യാൻ പ്രശ്നമുണ്ടോ? ഇവിടെ നിന്ന് വചനം പങ്കുവയ്ക്കുന്നതിൽ എന്തെങ്കിലും ഇല്ല. അതൊക്കെ വലിയ കാര്യങ്ങൾ എന്നാണ് പൊതുവെ ചിന്തിക്കുന്നത്. പക്ഷേ ഇതാണ് ഏറ്റവും പണിഷ്മെൻ്റുള്ള, ഏറ്റവും പ്രശ്നമുള്ളത്, അല്ലേ? നിങ്ങളിൽ അധിക ശിക്ഷാവധി വരുമെന്നോർത്ത് അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുതെന്നാണ് പറയുന്നത്. ഇത് ഏറ്റവും പ്രശ്നം പിടിച്ചതായിട്ടുള്ള ഒരു പരിപാടിയാണ്. ശരി, പിന്നെ എന്തൊക്കെയാണ്? കസേര എടുക്കുക, ലൈറ്റ് ഇത് ഇങ്ങനെ അടിച്ചുറക്കിയതൊക്കെ ചെയ്യാം. എന്നാൽ ടോയ്ലറ്റ് ഒന്ന് കഴിയേണ്ട കാര്യം പറയുമ്പോൾ അത് നമുക്ക് എത്ര പേർക്ക് അതിനോടൊരു താല്പര്യമുണ്ട്? മുൻകൈ എടുത്ത് ഇന്ന് ഞാനങ്ങ് കഴുകിയേക്കാം. നമുക്കിവിടെ അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഇല്ല. എങ്കിലും അങ്ങനൊരു സാഹചര്യം വന്നാൽ നമുക്കിവിടെ ശനിയാഴ്ച ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു പെൺകുട്ടി വരുമായിരുന്നു. പെൺകുട്ടി ആദ്യം വന്നപ്പോൾ പറഞ്ഞത് ടോയ്ലറ്റ് കഴുകുകയെന്നാണ്. ആഴ്ചയിലൊരിക്കൽ മാത്രം ഉപയോഗിക്കുന്നതായിട്ടുള്ള, വൃത്തികേടൊന്നും ഇല്ലാത്തതായിട്ടുള്ള, വളരെ മാന്യവും ന്യായവുമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ടോയ്ലറ്റ് കഴുകിയില്ല എന്നും പറഞ്ഞാണ് വന്നത്. അത് എന്തോ ഒരു കുറഞ്ഞ പരിപാടിയായിട്ടാണ് ആളുകൾ അതിനെ കാണുന്നത്. പിന്നെ വിളമ്പിലൊക്കെ നല്ല കാര്യമാണ്. പാത്രം കഴുകുന്നതോ, വേസ്റ്റൊക്കെ കളയുന്നതും പാത്രം കഴുകുന്നതൊക്കെയോ അത് ഇച്ചിരി കുറഞ്ഞു, അല്ലേ? ആണോ? ഏറ്റവും രമണി സിസ്റ്റർ പറഞ്ഞു അത് ഏറ്റവും നല്ലതാണെന്നാണ് പറഞ്ഞത്. അതാണ് രമണി സിസ്റ്റർ എപ്പം ചെന്നാലും അവിടെ കാണാം. ഞാൻ വടക്കേന്ത്യയിൽ ഞങ്ങൾ അവിടെ സുവിശേഷ പ്രവർത്തനത്തിന് പോയ കാലത്ത് അവിടെ സഭാ ഹോളുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിമിതമായ ഹോളുകൾ ഒക്കെ ഉള്ളൂ, പുല്ലുകൊണ്ട് മേഞ്ഞതായിട്ടുള്ള. എന്നാൽ അവിടെ ഒരു സഭയിൽ സാമാന്യം ഭേദപ്പെട്ട നല്ലൊരു ഹോളുണ്ടായിരുന്നു. അവിടുത്തെ എൽഡർ നല്ലൊരു ഹോള് വേണം എന്ന് ആഗ്രഹിച്ച് അദ്ദേഹം വീട് പണിയുന്നതിന് മുമ്പ് സഭയ്ക്കൊരു നല്ല ഹോളുണ്ടായിട്ട് മാത്രമേ ഞാൻ എൻ്റെ വീട് പണിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരമാവധി പൈസയൊക്കെ അദ്ദേഹത്തിൻ്റെയും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ സംഘടിപ്പിച്ചൊരു ഹോളൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം അതിൽ നിന്ന് ഒരല്പം വിട്ടിട്ട് ഒരു 3-4 ബാത്റൂമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവിടെയുള്ള ആളുകൾ മലമൂത്ര വിസർജനത്തിന് പോകുന്നത് പുറത്താണ്, കാട്ടിലാണ്,
അല്ലാതെ ബാത്റൂം എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ ഇല്ല. ഇപ്പം നമ്മളുടെ ആളുകളൊക്കെ ആയിട്ടുള്ള പരിചയത്തിൽ നമ്മുടെ മേൽനോട്ടത്തിൽ ആ ഹോള് പണിതുകൊണ്ട് 3-4 ബാത്റൂമൊക്കെ അവിടെ ഉണ്ടാക്കി. അപ്പോൾ വന്നിട്ട് ഞങ്ങളവിടെ ചെന്ന് പല ദിവസം താമസിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ. പിന്നെ പോയി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ബാത്റൂമിൽ ചെല്ലുമ്പം നമുക്ക് ടോയ്ലറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. കാരണം അവരെങ്ങനെയാണോ കാട്ടിൽ കാര്യങ്ങൾ സാധിക്കുന്നത് അതേപോലെയാണ് ഏകദേശം അതേപോലെയാണ് ഈ ടോയ്ലറ്റിനകത്തും അവർ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കതിനകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു അതങ്ങ് വൃത്തിയാക്കാം എന്ന് വെച്ച് 4-5 എണ്ണം ഉണ്ടായിരുന്നു. ഞാനതെല്ലാം ഇരുന്ന് വൃത്തിയാക്കിയിട്ട് അവിടുത്തെ എൽഡറെ വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ വരുമ്പോഴെപ്പോഴും ഈ ടോയ്ലറ്റ് ഇതേ കണ്ടീഷനിൽ ഇവിടെ കണ്ടിരിക്കണം. എന്തായാലും അതിനുശേഷം പല പ്രാവശ്യം ഞങ്ങളവിടെ ചെന്നു. അതേപോലെ തന്നെ അവിടെ അവർ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുത്താൽ മറ്റുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കഴിയും. രമണി സിസ്റ്റർ നല്ലൊരു മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത്. അത് വലിയ പ്രതിഫലമുള്ളതാണെന്ന് അറിയുന്നത് കൊണ്ട് അത് ആർക്കും വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എളിയ കാര്യങ്ങൾ ചെയ്യാൻ മണ്ണും ചെളിയും അതുപോലെ തന്നെ ഉള്ള മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ അവിടെ പണിയാൻ വരുന്നതായിട്ടുള്ള സഹോദരിമാരൊക്കെ മണ്ണും ചെളിയുമൊക്കെ മഴയത്തൊക്കെ വന്ന് പണിത സഹോദരന്മാരും ഉണ്ട്. ഒരു മടിയുമില്ലാതെ ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് അതൊക്കെയും നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങളും എളിയ കാര്യങ്ങളും ഒരുപക്ഷെ മറ്റുള്ളവർ അവജ്ഞയോടെ കാണുന്നതായിട്ടുള്ള കാര്യങ്ങളും വില കൊടുക്കാത്തതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ? ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ അതിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ കിടപ്പ് രോഗികളാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് വലിപ്പം ഭാവിക്കാനായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല. വലിയവരെന്ന് ചിന്തിക്കാൻ നമ്മൾ ആരുമല്ല. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സഭയോട് ചേരാൻ പറ്റുള്ളൂ. സഭയിൽ ആരാ ഉള്ളത്? എളിയവരാണ് ഉള്ളത്, അല്ലേ? ഒരു ശരീരമായിട്ട് നമുക്ക് തീരണമെങ്കിൽ വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേരാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വലിയതായിട്ടുള്ള ഒരു കാര്യങ്ങളിലും നമ്മുടെ നാവിൽ നിന്നോ നമ്മുടെ ഹൃദയത്തിലോ നമ്മളൊരുപക്ഷെ പുറത്തൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വലിയവരെന്ന് തോന്നാനും വലിയ കാര്യങ്ങളിൽ പ്രശംസിക്കുവാനായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അതും വളരെ പ്രശ്നമാണ്. കാരണം മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഉള്ളിൽ ഒന്നും പുറമേ മറ്റൊന്നുമുള്ളതിനെ നമ്മളെങ്ങനെയാണ് പറയുന്നത്? അഭിനയം എന്ന് പറയാറുണ്ട്, കാപട്യം എന്ന് പറയാറുണ്ട്, അല്ലെ? ഉള്ളിലൊന്നും പുറമേ മറ്റൊന്നുമാണെങ്കിൽ അതിനെ അഭിനയിക്കുക എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കാപട്യം എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ദൈവമുമ്പാകെ ഒരിക്കലും നടക്കുന്നതായ കാര്യങ്ങളല്ല, സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവം നോക്കുന്നത്. പുറത്ത് നമുക്ക് പലതും അഭിനയിക്കുവാനായിട്ട് കഴിയും, എന്നാൽ ഹൃദയത്തിൻ്റെ അവസ്ഥയെ ദൈവം പരിഗണിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ശരി, ഈ സൗമ്യത വേണം, താഴ്മ വേണം, എളിയവരാകണമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അങ്ങ് സാധിക്കാത്ത പ്രശ്നമുണ്ടോ? എനിക്ക് അങ്ങനെ അങ്ങോട്ട് സാധിക്കുന്നില്ല, എൻ്റെ മനോഭാവത്തിൽ ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടും അങ്ങനെ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ പറ്റാത്ത അവസ്ഥ പലപ്പോഴും അങ്ങോട്ട് നമ്മളിൽ തന്നെയും നമുക്കുള്ളതിലുമൊക്കെ അങ്ങ് പ്രശംസിച്ച് പോകുന്നൊരു പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സൗമ്യത എന്നൊക്കെ പറയുന്നത് ആത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ടതാണല്ലേ. അപ്പോൾ വളരെ അഹങ്കാരിയും നിഗളിയുമായിട്ടുള്ള ഒരാൾ ഒരുപക്ഷെ ആത്മാവ് ഇല്ലാത്തവനോ അതല്ല എങ്കിൽ ആത്മാവിനെ കെടുത്തിയവനോ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് നിന്നു കൊടുക്കാത്തവനോ ആയിരിക്കും.
ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളതായ ഒരു വേദഭാഗം ഈ തരുണത്തിൽ ഞാൻ വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ അന്ത്യകാലത്ത് സഭകളിൽ വരുന്നതായിട്ടുള്ളൊരവസ്ഥയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അന്ത്യകാലത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് വളരെ ദുർഘടമാണ്. ഈ ദുർഘടമാണ് എന്ന് പറയുമ്പോൾ മഹോപദ്രവം ഉണ്ടാകുമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മഹോദ്രവത്തിൻ്റെ ഒരു പശ്ചാത്തലമല്ല ഇവിടെ. മഹോദ്രവം ഇല്ലാതെ തന്നെ സഭകളിൽ ദുർഘടമായ സമയമുണ്ടാകും. ദുർഘടം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സഹിക്കാൻ പറ്റാത്ത, മുന്നോട്ട് പോകാൻ പറ്റാത്ത, വളരെ കഷ്ടപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ സഭകളിൽ ഉണ്ടാകും. അന്ത്യക്രിസ്തു അല്ല, മഹോപദ്രവമല്ല, മറിച്ച് സഭകളിലെ അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. മനുഷ്യർ സ്വസ്നേഹികൾ, ദ്രവ്യാഹികൾ, പിന്നെ വമ്പ് പറയുന്നവർ. ഈ വമ്പ് പറയുന്നതായിട്ടുള്ള ആളുകളാരെന്നറിയാമോ? ആരാ? വലിപ്പം ഭാവിച്ച് എളിയവരോട് ചേരാൻ കഴിയാത്തവരാണ്. അവരോട് എളിയവർക്കും ചേരാൻ കഴിയില്ല, ഇവർക്ക് എളിയവരോടും ചേരാനായിട്ട് കഴിയില്ല. വമ്പ് പറയുന്നവർ. പിന്നെ പറയുക അഹങ്കാരികൾ. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ 2 വാക്കുകൾ, അല്ലെങ്കിൽ ഇനിയും വരുന്നുണ്ടത്, ഇത് 2 അഹങ്കാരികളല്ലേ വമ്പ് പറയുന്നവർ? വമ്പ് പറയുന്നവർ അഹങ്കാരികളുമാണ്. അപ്പോൾ പിന്നെ എന്തിനാ ഇത് 2ഉം പറയുന്നേ? ഞാൻ വിചാരിക്കുന്നു ആ ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യത്തിന് ഊന്നൽ കൊടുക്കാനായിട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വമ്പ് പറയുന്നവരും അഹങ്കാരികളും. പിന്നെ വാത്സല്യമില്ലാത്തവർ. പിന്നെ 3-ാമത്തെ വാക്യത്തിൽ ഇണങ്ങാത്തവർ. അവരും ആരാ? ഇണങ്ങാത്തവരാരാ? ഈ വമ്പ് പറയുന്നവരും അഹങ്കാരികളും തന്നെയാണ് ഇണക്കമില്ലാത്തത്. ഇണങ്ങാത്ത മൃഗങ്ങൾ അല്ല, ഇണങ്ങാത്ത മൃഗങ്ങളെക്കുറിച്ച്, ഇണങ്ങാത്ത ഒരു ആനയും ഇണങ്ങിയ ഒരു ആനയും തമ്മിൽ എന്താ വ്യത്യാസം? ഇണങ്ങാത്ത ഒരു ആന നമ്മുടെ മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജീവനും കൊണ്ട് ഓടി അകത്ത് കയറി വാതിലടയ്ക്കും. ഇണങ്ങിയ ഒരു ആന നമ്മുടെ മുറ്റത്ത് വന്ന് നമ്മൾ എന്ത് ചെയ്യും? പഴം കൊടുക്കും, അല്ലെങ്കിൽ ശർക്കര കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തിന്നുന്നത് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇണങ്ങാത്ത ആനയും ഇണങ്ങിയ ആനയും തമ്മിൽ അത്രത്തോളം വ്യത്യാസമുണ്ടെങ്കിൽ ഇണങ്ങിയ ഒരു വിശ്വാസിയും ഇണങ്ങാത്ത ഒരു വിശ്വാസിയും തമ്മിൽ എന്തോരം വ്യത്യാസം ഉണ്ടാവും? അയ്യ, എല്ലാവരുടെയും മുഖത്തൊരു ചിരി പടർന്നിട്ടുണ്ട്. അപ്പോൾ ഇണങ്ങുക എന്ന് പറയുന്നത്, ഇണങ്ങാത്തവരെന്ന് പറയുന്നത് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത, നമ്മെ ഭയപ്പെടുത്തുന്നതായ ആളുകളാണ്. ദൈവസഭയിൽ ആരോടും ഇണങ്ങാതെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ആളുകൾ അടുക്കാൻ ചെല്ലുമ്പോൾ ഭയം ജനിപ്പിക്കുന്നതുകൊണ്ട് അടുക്കാൻ പറ്റാതെ ഓടി ഒളിക്കുന്നതായിട്ടുള്ള ആളുകൾ സഭയിൽ ഉണ്ടാകാൻ പറ്റുമോ? ഉണ്ട് സഹോദരന്മാരെ, അങ്ങനെയൊക്കെയുള്ള സഭകൾ ധാരാളമുണ്ട്. പോയാൽ തമ്മിൽ കണ്ടാൽ മിണ്ടുകയില്ല, ഒഴിവായി നടക്കും. അങ്ങനെയൊക്കെയുള്ള ധാരാളം സഭകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ദൈവം സഹായിച്ച് നമ്മളുടെ ഇടയിൽ അങ്ങനെ ഇണങ്ങാത്തവരൊന്നും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അപ്പം 3 കാര്യങ്ങൾ കണ്ടു അല്ലേ? പിന്നെ അജിതേന്ദ്രിയന്മാർ, 4-ാമത്തെ വാക്ക് അജിതേന്ദ്രിയന്മാർ എന്ന് വെച്ചാൽ എന്താ? ഇന്ദ്രിയജയമില്ലാത്തവർ. അവരുടെ സ്വഭാവം എന്താ? ഇന്ദ്രിയജയമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവരും ഒരു തരത്തിൽ ഈ അഹങ്കാരികളൊക്കെയാണ്. ഇന്ദ്രിയങ്ങളുടെ മേൽ അവർക്ക് വിജയമില്ല. ഇന്ദ്രിയങ്ങളുടെ മേൽ വിജയമില്ലാത്ത ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ വിജയം ഉണ്ടാവുമോ? ഡിവൈഎസ്പിയുടെ മുമ്പിൽ നിൽക്കുമ്പം ഏത് അജിതേന്ദ്രിയനും ഇന്ദ്രിയജയമുണ്ടല്ലേ? സഭയിൽ അജിതേന്ദ്രിയനും ഡിവൈഎസ്പിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ എസ്ഐയുടെ മുമ്പിൽ ഇന്ദ്രിയജയമുള്ളവനും. എന്താ അതിൻ്റെ അർത്ഥം? സിമ്പിളാണ് അല്ലേ? നമ്മുടെ ഉള്ളിൽ നമുക്ക് ദൈവഭയമില്ല, മനുഷ്യഭയമേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ ദൈവജനത്തോട് സ്നേഹമില്ല, മറിച്ച് മറ്റ് മനുഷ്യരെ ഉള്ളിൽ ബഹുമാനവും സ്നേഹവും ഇല്ലെങ്കിലും പുറത്ത് കാണിക്കാനെങ്കിലും നമുക്ക് അറിയാം എന്നുള്ളത് തന്നെ. പിന്നെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം ധാർഷ്ട്യക്കാർ. വീണ്ടും സമാന വാക്കുകളാണ്. ധാർഷ്ട്യക്കാരെന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ സംസാരത്തിലൊക്കെ നമുക്ക് അവരോട് വർത്തമാനം പറയാൻ തോന്നുമോ? അവരുടെ അടുത്തിരിക്കാൻ തോന്നുമോ? അവരോട് എന്തെങ്കിലും ചോദിക്കാൻ തോന്നുമോ? ഒന്നുമില്ല. ധാർഷ്ട്യക്കാർ. അടുത്ത വാക്ക്
നിഗളികൾ, അത് സമാനമായ അർത്ഥമല്ലേ? നിഗളികൾ, അഹങ്കാരികളും നിഗളുമായിട്ടുള്ള എന്താ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെയാണ്. നിഗളിക്കുന്നവർ അവർക്കുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിപ്പം ഭാവിക്കുന്ന, നമുക്കുള്ള എന്തിനെക്കുറിച്ചെങ്കിലും നമ്മൾ ഉന്നത ഭാവം കാണിക്കുന്നുവെങ്കിൽ അതിനെയാണ് നിഗളം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ ഏറ്റവും നിന്ദ്യമായ ഒരു സ്വഭാവമാണ് ഈ സ്വയത്തിലുള്ള പ്രശംസയോ സ്വന്തം കാര്യങ്ങളിലുള്ള പ്രശംസയോ സ്വന്തം ആളുകളിലുള്ള പ്രശംസയോ. ഇത് മൂന്നും ത്യജിച്ചാലേ എൻ്റെ പിന്നാലെ വരാൻ കഴിയൂ എന്ന് കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ മിക്കവാറും ഞായറാഴ്ചയൊക്കെ കേൾക്കാറുള്ളൊരു കാര്യമാണ്, തന്നെ തന്നെ ത്യജിച്ച് തന്നെക്കളധികമായി മറ്റാരെയും സ്നേഹിക്കാതെ, മറ്റൊരു വ്യക്തികളെ മാത്രമല്ല മറ്റൊന്നിനെയും വസ്തുവകകളെയും പോലും സ്നേഹിക്കാതെ ഇരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ, കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ഇന്ന് വളരെ തെറ്റായിട്ടുള്ള ഒരു ദൈവവചന സന്ദേശം ലോകത്ത് പടർന്നിട്ടുണ്ട്. അതായത് വിശ്വാസികളെ, രക്ഷിക്കപ്പെട്ടവരെ രണ്ട് ഗണത്തിലാണ് ഇന്ന്, മനഃപൂർവമോ അല്ലാതെയോ, മനഃപൂർവ്വം പഠിപ്പിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, രണ്ട് ഗണത്തിലാക്കിയിട്ടുണ്ട്. ഒന്ന് വിശ്വാസികൾ എന്നുള്ള ഗണം, രണ്ട് ശിഷ്യന്മാർ എന്നുള്ള ഗണം. അങ്ങനെ നിങ്ങൾ ബൈബിളിൽ വായിച്ചപ്പോൾ കർത്താവിൻ്റെ സഭയിൽ വിശ്വാസികളും ശിഷ്യന്മാരും എന്ന നിലയിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ എവിടെയെങ്കിലും? അങ്ങനെയൊന്നും ബൈബിളിൽ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ടുള്ള സഭകളുണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് നേരിട്ടറിയാം, ഞാൻ കുറേ കാലം പഠിച്ചതാണ്, അവരുടെ പഠനത്തിൻ്റെ കീഴിലിരുന്നതാണ്. വിശ്വാസികളെന്നും ശിഷ്യന്മാരെന്നും രണ്ട് തരം ആളുകൾ. അപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്യണം? തന്നെ തന്നെ ത്യജിക്കണം, ക്രൂശ് എടുക്കണം, അവരുടെ ബന്ധുക്കളൊന്നും അവരെ ബന്ധുക്കളെക്കാളൊക്കെ ദൈവത്തെ സ്നേഹിക്കണം, അവരുടെ വസ്തുവകളെക്കാളൊക്കെ ദൈവത്തെ സ്നേഹിക്കണം. പക്ഷേ വിശ്വാസികൾക്ക് അതൊന്നും ബാധകമല്ല. വിശ്വാസികൾക്ക് എങ്ങനെയും ജീവിക്കാം, അവർ ഏറ്റുപറഞ്ഞ് പിന്നെ കൂടിയാലൊന്ന് സ്നാനപ്പെട്ടാൽ മതി, കർത്തൃമേശയും കൊടുക്കും. അങ്ങനെ വിശ്വാസികളെന്നും ശിഷ്യന്മാരെന്നും പറഞ്ഞ് രണ്ട് വിഭാഗം ആളുകളെ ഇന്ന് പല സഭകളും തരംതിരിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പരിപാടി ബൈബിളിൽ ഉണ്ടോ ബാബു സഹോദര? അങ്ങനെ ഒരു പരിപാടിയെ ബൈബിളിൽ ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമുക്കൊരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ വാതിലേ ഉള്ളൂ, പിന്നെയുള്ളത് ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് ഇടുക്കവും ഞെരുക്കവുമുള്ളതായ ആ വഴിയാണ്. അപ്പോൾ നമ്മളിൽ ഈ നിഗളത്തിൻ്റേതായിട്ടുള്ള ഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നാം കൃത്യമായി ഏൽപ്പിച്ചിട്ട് കൊടുത്തിട്ടില്ല. അതല്ല എങ്കിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല എന്നുള്ളത് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അറിവുകേടും അതിനുള്ള ഒരു സാധ്യതയാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതും പറയുന്നത്, നിങ്ങൾ വലിപ്പം ഭാവിക്കാതെ, ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ, അല്ലെങ്കിൽ വലിയ കാര്യങ്ങളിൽ പ്രശംസിക്കാതെ എളിയ കാര്യങ്ങളിൽ പ്രശംസിക്കുവിൻ എന്നൊക്കെ പറയുവാനായിട്ടുള്ള കാര്യം അതാണ്. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞു, നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്കുക, നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറയുവാൻ ഇടവരട്ടെ. അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനമുണ്ടാകും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം എന്ന് വെച്ചാൽ തന്നെത്താൻ ഉയർത്തുന്ന ആളുകൾ എല്ലാവരും, അതിനകത്ത് യാതൊരു വക ഒഴിവ് കഴിവുമില്ല. ആ കാര്യത്തിൽ ദൈവം വളരെ കണിശക്കാരനാണ്. ആരെങ്കിലും തന്നെ തന്നെ ഉയർത്തിയാൽ, അതായത് ഞാനാണ് ഏറ്റവും മെച്ചം, ഞാനാണ് ഏറ്റവും മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി, എന്നിലാണ് എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ഞാനാണ് എല്ലാത്തിനും കാരണഭൂതൻ എന്നൊക്കെ
ചിന്തിച്ച് തന്നെത്താൻ ഉയർത്തിയാൽ അങ്ങനെയുള്ള എല്ലാവരെയും ദൈവം താഴ്ത്തപ്പെടും, എല്ലാം താഴ്ത്തപ്പെടും. എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പോൾ നമ്മെ തന്നെ ഞാൻ എല്ലാവരിലും അരിഷ്ടനാണ്, എല്ലാവരും മറ്റുള്ളവരെല്ലാവരും എന്നേക്കാൾ മെച്ചമാണ് എന്ന് നാം ഹൃദയപൂർവ്വം നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലും അഭിനയത്തിലോ കാപട്യത്തിലോ അല്ല, ഹൃദയപൂർവ്വം നാം നമ്മെക്കുറിച്ച് ചിന്തിച്ചാൽ അത് നമ്മെ തന്നെ യഥാർത്ഥത്തിൽ ഒരു താഴ്മയുടെ മനോഭാവത്തിൽ നിലനിർത്തുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ, അങ്ങനെയുള്ളവരിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് നമ്മെ തന്നെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളിൽ ഈ ഉയർച്ച വരുന്നത്. ഈ താഴ്ത്തപ്പെടും ഉയർത്തപ്പെടും എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിലെ ധനസ്ഥിതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ലോകത്ത് പ്രകാരമുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചൊന്നും അല്ല കേട്ടോ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മെ തന്നെ താഴ്ത്തിയാൽ മാത്രമേ ദൈവത്തിന് നമ്മളിൽ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് നമ്മൾ വചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വായിക്കുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. അപ്പോൾ താഴ്മയുള്ളവർക്ക് തന്നെത്താൻ താഴ്ത്തുന്നവർ അവർ ഉയർത്തപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവം അവരുടെ മേൽ കൃപകളെ നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച്, അല്ലേ, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അങ്ങനെയുള്ള ആളുകൾ കർത്താവിൻ്റെ സ്വരൂപത്തോട് അങ്ങനെ അനുരൂപപ്പെട്ട് അവർ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് വരെ അവരങ്ങനെ ഉയർത്തപ്പെട്ടു വരും. നിഗളികളായിരിക്കുന്ന ആളുകൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് കർത്താവേ എന്ന് വിളിച്ച് ചെല്ലുമ്പം കർത്താവ് എന്ത് പറയും? എതിർത്ത് നിൽക്കുന്നു എന്നല്ലേ? അങ്ങനെയല്ലേ? എതിർത്ത് നിൽക്കുന്നു എന്നാ. നിൽക്കട്ടെ നീ ഇങ്ങ് വരണ്ട, അല്ലേ? എതിർത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അടുക്കിലേക്ക് നിനക്ക് യാതൊരു വക പ്രവേശനവുമില്ല, നീ അവിടെ നിന്നോ. അപ്പോൾ വീണ്ടും കർത്താവേ എന്ന് വിളിക്കുമ്പം വേണ്ട, ഇങ്ങോട്ട് വരണ്ട, നിനക്കിവിടെ സ്ഥാനമില്ല. ദൈവസഭയിൽ, ദൈവസന്നിധിയിൽ നിഗളികൾക്ക് യാതൊരു വക സ്ഥാനവുമില്ല. ദൈവത്തിൻ്റെ അടുക്കൽ സ്ഥാനമില്ല എങ്കിൽ ദൈവസഭയിൽ സ്ഥാനം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുമെണ്ണം. അപ്പം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, ആ വിളിക്ക് ചില യോഗ്യതകളുണ്ട്. നമ്മളെല്ലാവരും കർത്താവിനാൽ വിളിക്കപ്പെട്ടവർ ആണെങ്കിൽ ആ വിളിക്ക് ചില യോഗ്യതകൾ ദൈവം വെച്ചിട്ടുണ്ട്. എന്താണ് ആ യോഗ്യതകൾ? പൂർണ്ണ വിനയത്തോടും, പൂർണ്ണ വിനയം എന്ന് വെച്ചാൽ എന്താ? സമ്പൂർണമായിട്ടുള്ള, അല്ലേ, അഹങ്കാരത്തിൻ്റെയോ നിഗളത്തിൻ്റെയോ വമ്പ് പറയുന്നതിൻ്റെയോ ഒരു കണിക പോലുമില്ല, ഒരംശം പോലുമില്ല. അവർക്കുള്ള ഒന്നിനെക്കുറിച്ചും അവർക്ക് ഒരു പ്രശംസയുമില്ല. അവർക്കുള്ള ആരെക്കുറിച്ചും അവർക്ക് യാതൊരു പ്രശംസയുമില്ല. അവർ ഈ ലോകത്തിൽ നേടിയതിനെക്കുറിച്ച് അവർക്കൊന്നും പറയാനില്ല. എല്ലാ മഹത്വവും കർത്താവിന്. അതാണ് പൂർണ്ണ വിനയം എന്ന് പറയുന്നത്. വിനയമുള്ളവരായിരിക്കും എന്ന് പറയുന്നതും പൂർണ്ണ വിനയമുള്ളവരായിരിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. പൂർണ്ണ വിനയമുള്ളവരായി. പിന്നെ വീണ്ടും പറയുകയാണ്, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? അത് തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ കർത്താവിൻ്റെ വിളിയുടെ യോഗ്യത അതിനകത്ത് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമ. ഈ ദീർഘക്ഷമയുടെ കാര്യത്തിൽ ഈ വിനയത്തെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ഈ ദീർഘക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ അനേക സഭകളിലുമുള്ള പ്രശ്നങ്ങൾ.
അതും ഈ വിനയം പോലെ അല്ലെങ്കിൽ സൗമ്യത പോലെ തന്നെ പ്രാധാന്യമുള്ളതായിട്ടുള്ള കാര്യമാണ്. കർത്താവ് ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? സങ്കീർത്തനം 103-ലോ 106-ലോ ആണെന്ന് തോന്നുന്നു. ധാരാളം വേദഭാഗങ്ങളിലുണ്ട്. ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കുന്നതിനാണ് ദീർഘക്ഷമ എന്ന് പറയണേ? ഒന്ന് പറയാമോ? എത്ര പ്രാവശ്യം ക്ഷമിക്കുന്നതിന്? എത്ര പ്രാവശ്യം ക്ഷമിച്ചാൽ ഒരാളെ ദീർഘക്ഷമയുള്ള ആളായിട്ട് പറയാൻ പറ്റും നമുക്ക്? പരിധിയില്ല. അപ്പോൾ ഒരു സഭയിലെ ആളുകൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ പരിധിയില്ലാതെ ക്ഷമിക്കുന്നവരായിരിക്കും. നമ്മളെന്ത് പറയും? ഞാൻ 1 ക്ഷമിച്ചു, 2 ക്ഷമിച്ചു, 3 ക്ഷമിച്ചു, ഇനി എന്നെ കിട്ടില്ല എന്ന് പറയും, അല്ലേ? അതല്ലേ നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ പരിധിയില്ലാതെ ക്ഷമിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ദൈവസഭയിലെ അംഗങ്ങൾ. അതിൻ്റെ മറുവശം എന്താണെന്നറിയോ? പരിധിയില്ലാതെ പ്രകോപനങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലേ? അവിടെയല്ലേ ക്ഷമ വരേണ്ടത്? എവിടെയാ? പ്രകോപനം ഉണ്ടാകുമ്പോഴല്ലേ ക്ഷമ വേണ്ടത്. അപ്പോൾ ദൈവസഭയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ അപകടകരമായ ഒരവസ്ഥ കൂടി അതിനുണ്ട്. എന്താണ്? എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആയിട്ടാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യം. പക്ഷെ അങ്ങനെയാണോ? അല്ല. പിന്നെ പ്രശ്നങ്ങളില്ലാതിരിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇടപാടൊന്നുമില്ല. എല്ലാവരും തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പോകുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പ്രശ്നമില്ലാത്തൊരു സഭ നല്ല സഭയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പ്രശ്നമുണ്ടായിട്ട് ക്ഷമിക്കുന്ന സഭയാണ് നല്ല സഭ. പ്രശ്നമില്ലാത്ത സഭ ഒരിക്കലും നല്ല സഭ എന്ന് പറയാൻ പറ്റില്ല. അത് കുറച്ച് ആളുകൾ ഒരുമിച്ച് ഒരാചാരം പോലെ കൂടി വരും. അവർ തമ്മിലൊരു ഇടപാടുകളുമില്ല. അവർ ഞായറാഴ്ച വരും, പിന്നെ അവരോട്ട് കാണുകയുമില്ല. അങ്ങനെ പോകുന്ന ഒരു സഭയെ നല്ല സഭ എന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്കൊരു പ്രശംസയുണ്ടല്ലേ, നമ്മൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത അങ്ങനെയൊന്നുമല്ല. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടപെടുമ്പോൾ അവിടെ ചില ഇടർച്ചകളൊക്കെ ഉണ്ടാകും. ഈ ഇടർച്ചകൾ ഉണ്ടാകുന്നത് ദീർഘമായി ക്ഷമിക്കാൻ. 1000 പ്രാവശ്യം ഇടർച്ച ഉണ്ടായാലും ഞാൻ എൻ്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ദീർഘക്ഷമ എന്ന് പറയുന്നത്. സാധിക്കുമോ? അച്ചു പറഞ്ഞു സാധിക്കുമെന്ന് പറഞ്ഞു. സാധിക്കുമോ? 1 പറഞ്ഞ് 2 പറഞ്ഞ് നമ്മൾ പിന്നെ ഇഷ്ടക്കേടായി, മിണ്ടാട്ടമായി. അല്ല, ഇവിടെ ഇല്ല കേട്ടോ അങ്ങനെയൊന്നും. എന്നാലും ഞാൻ പറയരുത്, പൊതുവിൽ ആളുകളുടെ കാര്യം പറയരുത്. ദീർഘക്ഷമ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രത്തോളം സഭകളുടെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. ഇനി ദീർഘക്ഷമയില്ലാത്ത, സൗമ്യതയില്ലാത്ത, വിനയമില്ലാത്ത ആളുകൾ ഒരുമിച്ച് കൂടി വന്നാൽ അതൊരു സഭയുമാവില്ല. ആവോ പൗസവര? അതൊരു സഭയാവില്ല. തമ്മിൽ യാതൊരു ഐക്യവുമില്ല. ഐക്യത്തെക്കുറിച്ചാണ് എല്ലായിടത്തും പറയുന്നത്. ഇവിടെയും പറയുന്നത് എന്തെന്നാണ്? ആത്മാവിൻ്റെ ഐക്യത, അല്ലേ? സമാധാന ബന്ധത്തിൽ കാപ്പാൻ ഐക്യതയെക്കുറിച്ചാണ് എല്ലായിടത്തും പറയുന്നത്. റോമാലേഖനത്തിന് 12-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും നിങ്ങൾ ഐകമത്യപ്പെട്ട് വലിപ്പം ഭാവിക്കാതെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഐക്യമില്ല എങ്കിൽ അതൊരു ശരീരമല്ല, അത് ശരീരം പോലെ അല്ലെങ്കിൽ അതൊരു സഭയുമല്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. അപ്പോൾ ദീർഘക്ഷമയോടുകൂടി നടക്കണം, പിന്നെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ആരാരോട് പൊറുക്കണം? വിശ്വാസികൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും മൂപ്പന്മാരെ പൊറുക്കണം എന്നാണോ? മൂപ്പന്മാരെന്ത് കുരുത്തക്കേട് കാണിച്ചാലും വിശ്വാസികൾ പൊറുക്കണമെന്നാണോ? അല്ല, അന്യോന്യം പൊറുക്കണം, അല്ലേ? അന്യോന്യം പൊറുക്കണം. അതെങ്ങനെ പൊറുക്കണം? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം. നമ്മൾ പലപ്പോഴും പൊറുക്കുന്നതിൻ്റെ കാര്യം എന്താ? അടിസ്ഥാനം എന്താ? ഏറ്റുമുട്ടിയാൽ വിജയിക്കില്ല, എന്നാൽ പിന്നെ വിട്ടേക്കാം, അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ? അല്ല, ഇല്ല, അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. പൊതുവെ ആളുകൾ എങ്ങനെയാണ്? ഏറ്റുമുട്ടിയാൽ വിജയിക്കില്ല, അതുകൊണ്ടെന്നാൽ പിന്നെ വിട്ടുകൊടുത്തേക്കാം. പിന്നെ
ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാനൊരു പ്രശ്നക്കാരനാണെന്നുള്ള പേര് വരും, അത് വേണ്ട, ജസ്റ്റ് പോയി വന്ന്, അങ്ങനെയൊക്കെ ആളുകൾ സഭകളിൽ ചിന്തിക്കുന്നത്. ഞാനൊരു പ്രശ്നക്കാരനെന്ന് വേണ്ട, ഏറ്റുമുട്ടിയാൽ വിജയിക്കില്ല, ഒരു സഭ മാറി 2 സഭ മാറി, ഇനി 3ാമത്തെ സഭ മാറാൻ താല്പര്യമില്ല, എങ്ങനെയെങ്കിലും ഇവിടെ അങ്ങോട്ട് പിടിച്ചു നിന്നേക്കാം, അതുകൊണ്ട് ഞാനായിട്ടൊരു പ്രശ്നത്തിനും ഇല്ല. ഇതൊക്കെയാണ് ആളുകൾ ഈ അവിടെ ഒന്നും പൊറുക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ല കേട്ടോ. അതൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം അടക്കി വയ്ക്കുക. പിന്നെ അവസാനം എന്ത് സംഭവിക്കുന്നറിയോ? വെടിമരുന്ന് ഇങ്ങനെ കൂട്ടി 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 വെച്ച് അവസാനം ഒരൊറ്റ ബേബി സവറിൻ്റെ ആക്ഷൻ കാണിച്ചു, ഒറ്റ പൊട്ടിത്തെറിയാണ്. അതോടുകൂടി സകല നാശവുമാണ് സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, അതും സഭയല്ല, അതിനെയും സഭയെന്ന് വിളിക്കാനായിട്ട് കഴിയുകയില്ല. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരും പ്രിയരുമായി അവരുടെ പ്രത്യേകതകളാണ് പിന്നെ പറയുന്നത്. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. നമുക്ക് പാൻറ് ഇടുന്നതിനെക്കുറിച്ചും മുണ്ടുടുക്കുന്നതിനെക്കുറിച്ചും ഷർട്ട് ധരിക്കുന്നതിനെക്കുറിച്ചും സാരി ഉടുക്കുന്നതിനെക്കുറിച്ചും ചൂരിദാറിനെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം. എന്നാൽ ഇതേതെങ്കിലും ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടോ ഇന്ന് ആളുകൾ സഭയിൽ? ഉണ്ടോ? ഇതേതെങ്കിലും ധരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ്? മനസ്സലിവ്. വാക്യം വേണം, 3:12, കൊലോസ്യർ 3:12. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രധാന്മാരും എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും, വിശുദ്ധന്മാരും എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവരും, 3 പ്രിയരുമായി. അപ്പോൾ താഴെ പറയുന്നതായിട്ടുള്ള 5 പ്രത്യേകതകൾ ഉള്ളവരാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരും പ്രിയരുമായിട്ടുള്ളത്. അവർ ധരിക്കുന്നതായിട്ടുള്ള വസ്ത്രത്തിൻ്റെ പേരാണ് മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. അയ്യോ, എന്തോ ഒരു മനോഹരമായ ഒരു വ്യക്തിയായിരിക്കുമല്ലോ ഇതൊക്കെ അങ്ങോട്ട് ധരിച്ചുകൊണ്ടെങ്കിൽ ഇറങ്ങുമ്പം. നമ്മൾ നല്ല ഉടുപ്പൊക്കെ ധരിച്ചു വെച്ച് ഇറങ്ങുമ്പം എന്ത് പറയും? ഇന്നിപ്പോൾ ഇത് പുതിയതാണോ എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ഉടുപ്പ് പുതിയതാണോ പഴയതാണോ എന്ന് അറിയത്തില്ല. ഇന്ന് എനിക്ക് ഡേസി എടുത്തു തന്നു, ഞാൻ ഇട്ട് കഴിഞ്ഞു, ഇപ്പം നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു, എനിക്കറിയത്തില്ല. എങ്കിലും മനസ്സലിവും ദയയും കരുണയും ദീർഘക്ഷമയും സൗമ്യതയൊക്കെ ധരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ എന്തോ ഒരു മനോഹാരിതയായിരിക്കും അല്ലേ? ആണോ? അങ്ങനെ തോന്നാറുണ്ടോ? സ്ത്രീകളെക്കുറിച്ച് പറയുമ്പം വസ്ത്രം ധരിക്കുന്നതല്ല, അവരുടെ ആഭരണത്തെക്കുറിച്ച് പറയുന്നത് എന്താ? ഹൃദയത്തിൻ്റെ അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ. അങ്ങനെയല്ലോ വാക്യം, എങ്ങനെയാ? സൗമ്യതയും സാവധാനതയും എന്ന അക്ഷയഭൂഷണം. അവിടെയും അങ്ങനെയാണ് വായിക്കുന്നത്. സൗമ്യതയും സാവധാനതയും ആയിരിക്കുന്ന അക്ഷയമായ, ക്ഷയമില്ലാത്ത ഭൂഷണം. ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരം, അല്ലെങ്കിൽ ആഭരണം. അലങ്കാരം എന്നാണ്. അതാണ് നമ്മളുടെ സൗന്ദര്യം, അല്ലെങ്കിൽ നമ്മളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ആ സൗന്ദര്യം നമുക്ക് വേണം. ആ ഒരു സൗന്ദര്യം വേണം. അപ്പോൾ ധരിക്കാൻ നമ്മൾ ഉടുപ്പൊക്കെ നമുക്ക് കടയിൽ ചെന്നാൽ കിട്ടും, അല്ലെങ്കിൽ തുണിയെടുത്ത് കൊടുത്താൽ തയ്പ്പിച്ച് കിട്ടും. പക്ഷേ ഈ സാധനം അങ്ങനെയൊന്നും മേടിക്കാൻ കിട്ടില്ല അല്ലേ? ഒരിടത്ത് പോയി നമുക്ക് മേടിക്കാൻ കിട്ടില്ല. ഇതൊക്കെ നമുക്ക് തരുന്നത് ആരാണ്? നമ്മെ തന്നെ സമ്പൂർണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഹൃദയങ്ങളിൽ വസിച്ചുകൊണ്ട് നമ്മെ ഇങ്ങനെ സൗന്ദര്യമുള്ളവരായിട്ട് നമ്മളെ തീർക്കുക ചെയ്യുന്നത്. ആ സൗന്ദര്യമുള്ളതാക്കുന്നതായ ആ സൗന്ദര്യവതികളും സുന്ദരന്മാരും സുന്ദരികളുമാക്കുന്ന പരിപാടിയാണ് പിതാവായ ദൈവം നമ്മിൽ വീണ്ടും ജനനത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം സുന്ദരന്മാരും സുന്ദരിമാരും. അങ്ങനെ സുന്ദരന്മാരും സുന്ദരിമാരുമായിരിക്കുന്ന തൻ്റെ മക്കളെ ഒരുമിച്ച് കൂട്ടി കർത്താവ് ഒരൊറ്റ പേര് വിളിക്കുന്നുണ്ട്. എന്താണ്? മണവാട്ടി അല്ലേ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നത് ആരാ? ഒരുങ്ങുന്ന സമയം എപ്പോഴാ?
കല്യാണത്തിന് മണവാട്ടിയായി ഒരുക്കമാണ് ഏറ്റവും വലിയ ഒരുക്കമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മണവാട്ടിക്ക് മാത്രമുള്ളതാണ് കേട്ടോ, അത് കല്യാണത്തിന് പോകുന്നവർക്കുള്ള ഒരുക്കമൊന്നുമല്ല. സാധാരണഗതിയിൽ മണവാട്ടി ഒരുങ്ങുന്നതിനേക്കാൾ വലിയ ഒരുക്കവുമായിട്ടാണ് കല്യാണത്തിന് പോകുന്ന ആളുകൾ. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല, നമ്മുടെ ന്യായമായിട്ടുള്ള വസ്ത്രം ധരിച്ച് പോയാൽ മതിയാവുന്നതാണ്. അപ്പോൾ മണവാട്ടിയെ, കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് കർത്താവ് മണവാട്ടിയെ സ്വീകരിക്കാനായിട്ട് വരുമ്പോൾ നമ്മളെങ്ങനെയായിരിക്കണം? നമ്മളുടെ ആ ആന്തരിക സൗന്ദര്യമൊക്കെ അങ്ങ് വർദ്ധിച്ച് നമ്മളെല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരും ആയിട്ട് തീരണം. ആ പരിപാടിയാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദിനംതോറും ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഈ ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ധരിക്കണം? മനസ്സലിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും ഒക്കെ ധരിക്കണം. വേണ്ടേ? വേണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രശംസിക്കാൻ ലോകത്തൊന്നുമില്ല. നമ്മൾ ദൈവത്തിൻ്റേതാണെങ്കിൽ നമ്മളുടെ പ്രശംസ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിലും ദൈവം നമ്മെ എത്രത്തോളം ഉയർത്തി എന്നുള്ളതിലും മാത്രമാണ്. അതും നമ്മുടെ ഒരു മെച്ചമല്ല. എന്നിൽ ആത്മഫലം നിറഞ്ഞു വരുന്നുവെങ്കിൽ അത് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതുകൊണ്ട് നമുക്കതിനകത്ത് ക്രെഡിറ്റ് എടുക്കുവാനായിട്ടുള്ള യാതൊരു അവകാശവുമില്ല. ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമല്ലോ, തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ എന്തെങ്കിലും ആത്മീയമായിട്ടുള്ള വളർച്ച വന്നുവെങ്കിൽ അതിലും പ്രശംസിക്കുവാൻ നമുക്കില്ല. അതൊക്കെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമല്ല, നമ്മളുടെ താല്പര്യത്തിൻ്റെ ഫലമല്ല, നമ്മളുടെ സമർപ്പണത്തിലൂടെ ദൈവം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ളൊരു പരിപാടിയാണ്. നാം അതിനെക്കുറിച്ചും പ്രശംസിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ എന്തു പറ്റും? ദൈവം നമുക്കെതിരാകും. കാരണം ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതായ, ദൈവം ചെയ്യുന്നതായ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ മേൽ നമുക്ക് ഒരിക്കലും പ്രശംസിക്കുവാനായിട്ട് അവകാശമില്ല. നാം നിഗളിച്ചു പോയാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്ത് ആയിപ്പോവും. അതാണ് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണണമെന്ന്, എല്ലാവരെയും ശ്രേഷ്ഠരായി കാണണമെന്നും ഒക്കെ ദൈവജനം നമ്മോട് പറയുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു സഭ എന്ന നിലയിൽ എത്രയോ നാം ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ദീർഘക്ഷമയൊക്കെ വന്നോന്ന് അറിയാനായിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഞൂണ്ടിയൊക്കെ നോക്കിയാലോ എന്ന്. പേടിയാ. ക്ഷമയെ പരീക്ഷിക്കുന്നതൊരു ചൊല്ലുണ്ടല്ലോ അല്ലേ? അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഞൂണ്ടും. നിങ്ങൾക്ക് എന്നെ ഞൂണ്ടാം. അപ്പോൾ നമുക്കറിയണ്ടേ ഇത് എവിടം വരെയുണ്ട്? ഇത് വെറും ഊതിപ്പെരിപ്പിച്ച ഒരു ബലൂൺ മാത്രമാണോ നാം? അല്ലെങ്കിൽ നമ്മളിൽ കാതലായ അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമ്മിൽ ഉളവാകുവാൻ, നമ്മിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ നാം അനുവദിച്ചിട്ടുണ്ടോ, വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷിച്ചു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ,